ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരല്പം മേജറായിട്ടുള്ള കറക്ഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2024 സെപ്റ്റംബർ 26 നിഫ്റ്റി 50 26,216 എന്ന പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. ഇതായിരുന്നു അതിന്റെ ഓൾ ടൈം ക്ലോസിംഗ് ഹൈ. അന്നേ ദിവസം BSE സെൻസെക്സ് ക്ലോസ് ചെയ്തത് അതിന്റെ എക്കാലത്തെയും ക്ലോസിംഗ് ഹൈ ആയ 85,836 പോയിന്റിലായിരുന്നു. അവിടെ നിന്നും ഏതാണ്ട് 13% ഇടിവാണ് 2025 ഫെബ്രുവരി പകുതി ആയപ്പോഴേക്കും നിഫ്റ്റി 50യിലും സെൻസെക്സിലും ഉണ്ടായത്. സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് ഇൻഡെക്സുകളിൽ ഇതിലും വലിയ ഇടിവുണ്ടായി. ആ ഇടിവ് 20% മുകളിൽ വരും. നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇടിവ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കും. എല്ലാ മ്യൂച്വൽ ഫണ്ടിലും അല്ല, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ. സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ NAVയും താഴേക്ക് വരും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോയിൽ വളരെ മോശമായിട്ട് പ്രതിഫലിക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്.